നമസ്കാരം. കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രബിൻ. ഇത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി. അപ്പോൾ നമ്മളിന്നൊരു പുറത്ത് വയ്ക്കാൻ പറ്റിയൊരു ഗ്യാസ് സിലിണ്ടറിന്റെ ക്യാബിനാണ് ട്ടോ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് സേഫ്റ്റി ആയിട്ട് പുറത്ത് വയ്ക്കാൻ പറ്റിയൊരു ക്യാബിൻ. 2 ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് 2 സിലിണ്ടറിന്റെ ഒരു ക്യാബിനാണ് ട്ടോ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് തുറന്നാൽ തന്നെ ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് വരുന്ന ടൈപ്പ്. ഇപ്പോൾ ട്രെൻഡിങ് ആയ ഒരു മോഡലാണ്. നമുക്ക് കുറേ വീടുകൾ നമ്മൾ പോയി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഓൾ ഇന്ത്യ നമ്മളിത് അയച്ചു കൊടുക്കുന്നുണ്ട്, പാർസൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേറെ സിമ്പിളായിട്ട് പരിപാടിയാണ്. കണ്ട അതിൻ്റെ നെറ്റ് ബോൾട്ടൊക്കെ ചെമരുമ്പ് പിടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അയച്ചു കൊടുക്കും. അപ്പോൾ ആർക്കാണെങ്കിലും നമുക്ക് ചെമരുമ്പിലൊരു എന്താ പറയുക ഹിൽറ്റി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്ലംബർ ഇലക്ട്രീഷ്യനെ വിളിച്ച് പറഞ്ഞാൽ അവർക്കും ചെയ്യാനും പറ്റും. നമ്മൾ വരണമെന്നില്ല. അപ്പോൾ നമ്മളിത് അടുത്തൊക്കെ നമ്മൾ വീടുകളിൽ കൊണ്ട് സെറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ പറയവരോട് അങ്ങോട്ട് വരുന്ന വണ്ടി വാടക വരും. അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ വണ്ടി വാടകയൊന്നും മേടിക്കാറില്ല. ദൂരമൊക്കെ ആണെങ്കിൽ കേട്ടോ. ചാലക്കുടിയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും വണ്ടി വാടക മേടിക്കാണ്ട് പറ്റില്ല. അപ്പോൾ ദൂരമുണ്ട്, 10-35 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 2 സിലിണ്ടർ സുഖമായിട്ട് നമുക്ക് പുറത്ത് സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തുറന്ന നേരെ സിലിണ്ടർ പുറത്തേക്ക് വരും. അതുപോലെ തന്നെ പഴയ കുറ്റി മാറ്റാനൊക്കെ സുഖമാണ്. പിന്നെ മാത്രമല്ല മെയിനായിട്ട് ഇതിൻ്റെ സേഫ്റ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്യാസ് ലീക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിലുള്ളവർക്ക് പൊതുവേ ഒരു പേടി ഉണ്ടാവും വീടിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ. ഇതാകുമ്പോൾ അങ്ങനെ ഒരു പേടി വേണ്ട. പുറത്ത് വെച്ചുമ്പോൾ ഗ്യാസ് ലീക്ക് ചെയ്താൽ തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളുണ്ട് ഒരു സെപ്പറേറ്റ് ഒരു റെഗുലേറ്റർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നോബ് ഓഫ് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഗ്യാസ് അതോടെ സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്ക് രാത്രിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്ത് വന്ന് ഓഫ് ചെയ്യാനും പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഉള്ളിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അത് 2 ടൈപ്പിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത് രണ്ടാമത് ചെയ്ത സിലിണ്ടറാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ടില്ലേ 2 കാലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കത് കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട് കാലൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അതുപോലെ ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. രണ്ടും ഒരേ ക്വാളിറ്റി തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. നമുക്ക് ഓൾ ഇന്ത്യ നമുക്കിത് പാർസൽ അയക്കാൻ പറ്റും. നമ്മൾ ABTയിലും ട്രെയിനിലൊക്കെ നമ്മൾ പാർസൽ അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും ഉണ്ട്. ഹൈദരാബാദ്, ഗുജറാത്തിലൊക്കെ നമ്മൾ പാർസൽ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വില വരും നമുക്ക് 7000 ആണ് കേട്ടോ. പ്ലസ് ചെറിയ പാർസൽ ചാർജ് വരും. അതിപ്പോൾ നമ്മൾ വന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ചാർജ് ഒന്നുമില്ല. ദൂരമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ വണ്ടി വാടക മാത്രം വരും. അത് നിങ്ങൾ കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നമ്മൾ വീട്ടിലൊന്ന് സെറ്റ് ചെയ്ത് തരും കേട്ടോ. റെഗുലേറ്ററിന് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും പറയാറില്ല, ചിലർക്ക് മാത്രമേ പറയാറുള്ളൂ. അങ്ങനെയുള്ളവർക്ക് നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ താഴെ കൊടുക്കേണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്തോളെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.